ഹായ് വ്യൂവേഴ്സ്, നമുക്ക് എങ്ങനെ ബ്ലൗസ് പ്രൊഫഷണലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് മാക്സിമം വരുന്ന അളവ് ചെസ്റ്റ് റൗണ്ടാണ് അല്ലേ അതിൻ്റെ അകത്ത് വരുന്നത് ബാക്ക് പാർട്ടിൽ. അപ്പോൾ ആ അളവിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ ഇതേപോലെ മടക്കിയിടുക. നമ്മൾ ഫസ്റ്റ് ലൈനിങ് മെറ്റീരിയലാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുക. ഫുൾ ലെങ്ത് എത്രയാണ്? ഇവിടെ നമുക്ക് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഒരു 15 ഇഞ്ചാണ് ഇവിടെ നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് നേരെ ഒരു എൽ സ്ക്വയർ സ്കെയിൽ വെച്ചിട്ട് നേരെ വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഷോൾഡറാണ് എടുക്കുന്നത്. ഇവിടെ 6.5 ആണ് ഷോൾഡർ വന്നിട്ട്. ആ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് ഇതേപോലെ ഒരു വര വരച്ച് കൊടുക്കുക കേട്ടോ. താഴേക്ക് നേരെ അവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക, ആം റൗണ്ടൊക്കെ കൊടുക്കുക. അപ്പോൾ ആം റൗണ്ടിന് വേണ്ടി നമ്മളൊരു 7 ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നമ്മൾ ചെസ്റ്റ് റൗണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 38 ആണ് ഇവിടെ. അതിൻ്റെ 4 അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ വേണ്ടത് അത് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ വേസ്റ്റ് റൗണ്ട് നോക്കുക കേട്ടോ. വേസ്റ്റ് റൗണ്ട് വന്നിട്ട് 32 ആണ്. അത് /4. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുക. ലൂസ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, ബ്ലൗസൊക്കെ നമുക്ക് കറക്റ്റ് ഫിറ്റിലിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ഞാൻ ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തതിന് ശേഷം അതും ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഒരു ഫ്രഞ്ച് കർവ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ ആം റൗണ്ട് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. ആം റൗണ്ട് കറക്റ്റാക്കി വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്ക് വിഡ്ത്താണ് നോക്കേണ്ടത്. നെക്ക് വിഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഷോൾഡർ ടിപ്പ് വേണ്ടത് 2.25 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടെ കൂടിയിട്ട് നമ്മൾ ഷോൾഡർ ടിപ്പ് കൊടുക്കുക. അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നെക്ക് വിഡ്ത്ത് കിട്ടിക്കോളാം. പിന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതൊരു സ്ക്വയർ രൂപത്തിൽ വരച്ചു കൊടുക്കുക. റൗണ്ട് നെക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫ്രഞ്ച് കർവ് സ്കെയിൽ ഉപയോഗിച്ച് ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഇതിപ്പോൾ കുറച്ച് ഒതുങ്ങിയ കഴുത്താണ് വേണ്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വരച്ച വരയിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഷോൾഡർ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മെറ്റീരിയൽ ഈ പാർട്ട് ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായി മടക്കി ഇട്ടിരിക്കുന്ന മെറ്റീരിയലിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ അത്രയും ലെങ്ത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെൽറ്റ് നമ്മൾ സെപ്പറേറ്റാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഹുക്ക് വെക്കേണ്ടതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ പട്ടിയൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഹുക്ക് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം ഈ ബാക്ക് പാർട്ട് ഇതേപോലെ വയ്ക്കാം. ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കും കേട്ടോ. ആ വരച്ച വരയിൽ ചേർത്ത് വേണം ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം അതേപോലെ ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം അത് ഇതേപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നെക്ക് വിഡ്ത്ത് ഇങ്ങനെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തുക. പിന്നെ ആം റൗണ്ടൊക്കെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. പിന്നീട് മുകളിൽ നിന്ന് താഴേക്കുള്ളതും കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട് നെക്ക് എത്രയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ നെക്ക് വിഡ്ത്ത് മാത്രം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം നോക്കിയെടുക്കുക. ഞാൻ ഇവിടെ നെക്ക് ലെങ്ത് കൊടുക്കുന്നത് 8 ആണ് കേട്ടോ. ബാക്കിൽ 8 മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് സ്കെയിൽ വെച്ച് വരച്ചതിന് ശേഷം ഇതേപോലെ റൗണ്ട് നെക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിൽ ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റിൻ്റെ അളവാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 13 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 14 ഇഞ്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഒരു 1/2 ഇഞ്ച് അടിച്ചു പോവും, അതേപോലെ താഴത്തേക്കും നമുക്ക് ഒരു 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാൻ വേണം. പിന്നെ അതിനുശേഷം നമ്മൾ ബ്രസ്റ്റ് റൗണ്ടാണ്, ബ്രസ്റ്റ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ബ്രസ്റ്റ് പോയിൻ്റ് ടു ബ്രസ്റ്റ് പോയിൻ്റ് നമുക്കിവിടെ 8 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് 10 ആണെങ്കിൽ ഒരു 10.5 മാർക്ക് ചെയ്തതിന് ശേഷം അതും കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് കിട്ടും. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ 1 ഇഞ്ചോ വിട്ടിട്ട് താഴേക്ക് ഒരു വര നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം താഴേക്ക്. അത് ഫസ്റ്റ് ഡാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഡാർട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് റൗണ്ട് നമ്മൾ ബാക്കിൽ എത്ര കൊടുത്തിരിക്കുന്നതെന്ന് നോക്കണം. ശരിക്കും ബ്രസ്റ്റ് റൗണ്ട് വേണ്ടത് നമുക്ക് 40 ഇഞ്ചാണ് ബ്രസ്റ്റ് റൗണ്ട് വേണ്ടത്.
പക്ഷേ ഇവിടെ നമ്മൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് 9.5 ആണ്, 4 ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ ഫുള്ളായിട്ട് കിട്ടിയിരിക്കുന്നത് 19 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് ബ്രസ്റ്റ് റൗണ്ട് വേണ്ടുന്നത് 40 ആണ്. അപ്പോൾ 40ന്ന് 19 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണോ അത് നമ്മൾ ഈ ഫ്രണ്ടിൽ കൊടുക്കണം. അപ്പോഴാണ് നമുക്കിവിടെ കപ്പ് ഫോം ആവുക, ഡാർട്ട് കൊടുക്കാനുള്ളതും കപ്പ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 40ന്ന് 19 പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 21 ആണ് കിട്ടുന്നത്. അപ്പോൾ 21ൻ്റെ പകുതി വേണം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 21ൻ്റെ പകുതി 10.5 ആണ്. പിന്നെ നമുക്ക് സീം അലവൻസ് എത്രയാണോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുകളിൽ നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ 1/2 ഇഞ്ച് കൊടുത്തും താഴെ നമ്മൾ എക്സ്ട്രാ കൊടുത്തും ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക, താഴേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ താഴെ വരുന്ന ആ സ്ഥലമില്ലേ, നമ്മുടെ നേരത്തെ ബാക്ക് പാർട്ടിനും ഉപരി താഴെ കാണുന്ന അത്രയും സ്ഥലമാണ് നമ്മളിവിടെ ഡാർട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എത്ര ഇഞ്ചാണോ നമുക്ക് കിട്ടുന്നത്, ബാക്ക് പാർട്ട് ഒന്ന് എടുത്തു വെച്ച് നോക്കാം കേട്ടോ ഇതേപോലെ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മൾ വരച്ച വര വരെ എത്ര ഇഞ്ചാണോ നമുക്ക് കിട്ടുന്നത് അത് വേണം നമ്മൾ ഡാർട്ടായിട്ട് കൊടുക്കാൻ. ഇപ്പം നമുക്ക് അവിടെ എത്രയാണോ കിട്ടിയത് അത് സെയിം നമ്മൾ ഹാഫായിട്ട് ആ നേരെ വരച്ചേക്കുന്ന വരയില്ലേ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ബീഡായിട്ട് നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ മറ്റേ എക്സ്ട്രാ നമുക്ക് അങ്ങനെ പോയിരിക്കുന്നത് അങ്ങനെ അങ്ങ് ഒതുങ്ങി കിട്ടും. ഇനി നമുക്ക് ഈ സൈഡിലായിട്ടാണ് ഡാർട്ട് വേണ്ടത്. നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് എവിടെയാണോ അതിൻ്റെ നേരെ തന്നെ ഒരു 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം നേരെ തന്നെ നമുക്ക് ഒരു വര കൊടുക്കാം കേട്ടോ. എന്നിട്ട് താഴെ മുകളിലായിട്ട് ഒരു 1/4 ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയതിന് ശേഷം അതും ഒരു വീഡാട്ടായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെയാണ് വരയ്ക്കേണ്ടത്. ഇതേപോലെ സ്കെയില് ബ്രസ്റ്റ് റൗണ്ടിൻ്റെ അവിടേക്ക് വെച്ചിട്ട് ഇതേപോലെ സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നേരെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വീതം അപ്പുറത്തുമായിട്ട് കൊടുത്തതിന് ശേഷം അതും ഒരു വീഡായിട്ടായിട്ട് വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് താഴെ ഒരു ഷേപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഡാർട്ട് മുതൽ താഴെ വരെ എത്ര ഇഞ്ചാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് വിട്ടിട്ട് വേണമെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് താഴെയുള്ളതിൻ്റെ പകുതി നമ്മൾ നേരെ അടയാളപ്പെടുത്തുക. ഇതേ അളവ് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം അപ്പുറത്തുമായിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വരച്ച് കൊടുത്തിട്ട് സെയിം തന്നെ കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അത് തന്നെ സെയിം കൊടുത്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കാം. നോർമൽ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരച്ച് കൊടുത്തിട്ട് എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ വരയിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോകേണ്ടത് കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫ്രണ്ട് പാർട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ബെൽറ്റാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ആം റൗണ്ടിൻ്റെ അവിടെ ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും ചെയ്യാം കേട്ടോ. വലിയ വ്യത്യാസം വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ആദ്യം തന്നെ ചെയ്തിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ആ ഡാർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 1/4 ഇഞ്ച് തന്നെ 1/2 ഇഞ്ചിൻ്റെ തന്നെ ഡാർട്ട് നമുക്ക് വരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വിടുക. ഫ്രണ്ട് നമ്മൾക്ക് അത് കട്ട് ചെയ്ത് വിടുക. അതിനുശേഷം നമ്മളിനി ചെയ്യാൻ പോകണം ബാക്ക് പാർട്ട് ഇതേപോലെ എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ റൗണ്ടിൻ്റെ അവിടെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ബെൽറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് എന്ത് ചെയ്യണത്, ഈ ഡാർട്ടെല്ലാം നമുക്ക് ഒരു സൂചി കൊണ്ട് നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബെൽറ്റ് അവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് സൂചി യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലത്തെ പിന്നെ സൂചി കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. നമുക്കവിടെ കപ്പ് ഫോമാക്കി എടുത്താൽ മാത്രമാണ് നമുക്ക് താഴത്തെ ബെൽറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ കപ്പ് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരച്ച് വരയില്ല ഇതേപോലെ സെയിം ആണ് വെക്കണം കേട്ടോ. അപ്പോൾ ഷോൾഡർ രണ്ടും സെയിം ആക്കിയിട്ട് ആം ഹോളും സെയിം ആക്കിയിട്ട് ഇതേപോലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വേറൊരു മെറ്റീരിയലിലാണ് നമ്മൾ
ഇതിൻ്റെ ബെൽറ്റ് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് താഴെ സെയിം നേരെ തന്നെ വെച്ചിട്ട് മറ്റേ കറക്റ്റ് ആക്കിയിട്ട് സെയിം ലെങ്തിൽ തന്നെ ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം ഇത് വയ്ക്കാൻ. എന്നിട്ട് നമ്മളിത് അതേപോലെ ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. നമുക്ക് കറക്റ്റ് താഴേക്ക് വരച്ചു കൊടുക്കുക. അത് താഴെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം കേട്ടോ, സീം അലവൻസിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുകളിലത്തെ പാർട്ടുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2 സൈഡിലത്തേക്കും ഉള്ളതായിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്ക് പാർട്ട് കിട്ടി, ഫ്രണ്ട് പാർട്ട് കിട്ടി, അതേപോലെ നമുക്ക് ബെൽറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.